ഡാൻ തുടരണം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ആജ്ഞ, നാളെയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണേന്ദു, നാളെയോ മറ്റന്നാളോ ആണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആ സ്ഥാനത്തു നിന്നും രാജിവെച്ച കത്ത് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് കൈമാറിയിരുന്നു. അതിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: എനിക്കെതിരെ ലൈംഗിക ആരോപണം, എനിക്കെതിരെയുള്ള ആരോപണത്തിൽ ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ സ്വമേധയാ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ ഒഴിയുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അമ്മ പ്രസിഡന്റിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും സിദ്ദിഖ് ഊട്ടിയിൽ നടക്കുന്ന ദിലീപിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഇന്ന് കേരളത്തിൽ കൊച്ചിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ അമ്മ എന്ന സംഘടന, AMMA എന്ന സംഘടന രൂപീകൃതമായ ശേഷമുള്ള നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ആ സംഘടന കടന്നു പോകുന്നത്. കാരണം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ആൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന ദിവസമുള്ള പ്രതികരണവും അതിനുശേഷം അമ്മയുടെ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്കെതിരെയുമുള്ള പ്രതിഷേധത്തിന് ശേഷവുമാണ്. അതേസമയം അമ്മയുടെ ജനറൽ സെക്രട്ടറി അങ്ങേയറ്റം നിസ്സംഗഭാവത്തോടെ ആ റിപ്പോർട്ടിനെ കണ്ടപ്പോഴും, അല്ലെങ്കിൽ അതിനെ ഒരു വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ട ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പുറത്ത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അത് ആരാണ് കുറ്റക്കാരെങ്കിൽ അവർ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും നടത്തി. അങ്ങനെ വിപരീത പ്രതികരണങ്ങൾ, വിഭിന്ന പ്രതികരണങ്ങളായിരുന്നു അമ്മയുടെ തലപ്പത്തുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ജോമോൾ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ ജോമോളുടെ പ്രതികരണം അങ്ങേയറ്റം മോശമായി എന്നുള്ള വിമർശനം ഉയരുമ്പോഴും അമ്മയുടെ ആജീവനാന്ത അംഗമായിരുന്ന ഉർവശി വളരെ ശക്തമായ പ്രതികരണത്തോടെ രംഗത്ത് വരികയും ചെയ്തു. ഇങ്ങനെ വിഭിന്ന പ്രതികരണങ്ങൾ കൊണ്ട് അമ്മയിലെ, അതായത് പ്രതികരിക്കാതിരുന്ന ആളുകൾ പോലും, അനൂപ് ചന്ദ്രനാണ് ഇന്നലെ രാവിലെ മോഹൻലാലിന് അമ്മ പ്രസിഡന്റിന് കത്തയക്കുന്നു. അതായത് ഇങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നത് ശരിയല്ല, അടിയന്തര നടപടി വേണമെന്നുള്ള കത്ത് അയക്കുന്നു. അദ്ദേഹവും നമ്മളോട് ഇന്നലെ കാര്യത്തിൽ പ്രതികരിച്ചതാണ്. എന്തായാലും ഇത്തരം വിഭിന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫെഫ്കയും 31-ന് ഫെഫ്കയുടെ യോഗങ്ങൾ ചേരുമെന്നാണ് അറിഞ്ഞു കഴിഞ്ഞ വിവിധ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണ് ഫെഫ്ക. അതിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ചേരുന്നത്. 31-നാണ് അറിയുന്നത്. എന്തായാലും ഫെഫ്ക ഇതുവരെ അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു വ്യക്തമായ കാരണമുള്ളത് ഒരു ഇന്റേണൽ ക്ലെൻസിങ് ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ ആവശ്യമാണ് എന്നൊരു നിരീക്ഷണം നിരവധി ആക്ട്രസിന്റെയും അല്ലെങ്കിൽ നടിമാരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ അമ്മ ഈ വിഷയം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾക്കെതിരെ, ഇന്നലെ രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയും എന്നൊരു ആശങ്കയും അമ്മയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ആരോപണം ഉണ്ടാകുന്നു, അദ്ദേഹം അത് നിഷേധിക്കുന്നു. അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ ഉണ്ടായ ആരോപണം, സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്ന് രേവതി സമ്പത്ത് ആവശ്യപ്പെടുന്നു. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അമ്മ ഇതുവരെ അതിന്റെ സംഘടന രൂപീകൃതമായതിനു ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇത്രയും, അതായത് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അമ്മ, നമുക്കറിയാം അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നറിയാം. ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നൊക്കെ വളരെ നിസ്സാരമായി കണ്ടിരുന്നെങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചർച്ചയുടെ ഒരു ഇന്റൻസിറ്റി കുറയുകയും ഒരുപക്ഷെ അതിന്റെ പ്രയോറിറ്റി കുറയുകയും ചെയ്ത് പതിയെ അത് ഇല്ലാണ്ടായി പോകുമെന്നൊരു ധാരണ
ഉണ്ടായിരുന്നിരിക്കുക. അതായിരിക്കാം അത്ര കൃത്യമായി അതിനകത്തൊരു നിലപാടെടുക്കാതിരുന്നതും. അത് അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ തന്നെ കണ്ടാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളയണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിനുശേഷം നിരന്തരമായ മാധ്യമ ഇടപെടലുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ റേറ്റിംഗിനെ കുറിച്ചൊക്കെ പലരും പലപ്പോഴും നമ്മളോട് ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് ഇത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അതിനെ അങ്ങനെ അത്രയും ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, ഡാൻ, ഈ വിഷയത്തിൽ അന്വേഷണ സംഘം വിശദാംശങ്ങൾ തേടുമെന്ന് പറയുമ്പോൾ പറഞ്ഞതിലധികം എന്ത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒപ്പം ഇതിന്റെ നിയമവശം കൂടി അറിയേണ്ടതുണ്ട്. ഇനി അവർക്ക് വീണ്ടും മൊഴി നൽകേണ്ടി വരുമോ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ അവർ പോകേണ്ടി വരുമോ, ഈ മൊഴി കൊടുത്തവരൊക്കെ അല്ലെങ്കിൽ നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞവരൊക്കെ അതല്ലാത്തവർ കൂടി ഇതിലേക്ക് വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കും ഉണ്ടാകും. എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ഒരു റിപ്പോർട്ടല്ല ജസ്റ്റിസ് ഹേമ നൽകിയിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്, അതൊരു കമ്മീഷൻ റിപ്പോർട്ടല്ല. സ്വാഭാവികമായി കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ പോലും കൃത്യമായി ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നിയമ നടപടികളിലേക്കൊക്കെ കടക്കുക. മുൻ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ മറ്റ് 2 പേർ കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവർ ചലച്ചിത്ര രംഗവുമായി ബന്ധമുള്ളവരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് കൃത്യമായി റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു തുടർ നീക്കത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരാതി ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് മുമ്പിൽ രഹസ്യമായി വെളിപ്പെടുത്തലുകൾ നടത്തിയ, അവർ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച ഈ 51 നടിമാരിൽ ആരെങ്കിലും പരാതിയുമായി, രേഖാമൂലം പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ വിവാദങ്ങളിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. സ്വാഭാവികമായി എടുത്തു പറയേണ്ടുന്ന കാര്യം, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിനെ മാറ്റാൻ അല്ലെങ്കിൽ സിദ്ദിഖ് രാജിവെക്കാൻ ഇടയാക്കിയ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യുവനടി അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും നൽകിയിരുന്നില്ല. അവർ നേരിട്ട ദുരനുഭവം വർഷങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതാണ്. അന്ന് അവർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം വരെ ആവർത്തിക്കുന്ന സാഹചര്യം. അതിന് പിന്നാലെ ഈ വിവാദങ്ങൾ തുടങ്ങുന്ന സമയത്താണ് ഈ യുവനടി വീണ്ടും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നത്. അത് സിദ്ദിഖിനെതിരെ വലിയ തരത്തിൽ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുകയും ഒടുവിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാൻ നിർബന്ധനാകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അവർ ഒരു തരത്തിലും അങ്ങനെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ആളുകൾക്കപ്പുറത്തേക്ക് ഈ യുവനടി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി ആ കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ അവ്യക്തതകൾ മാറുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥരുടെ സംഘം അടുത്ത ദിവസം ആദ്യ യോഗം ചേരാൻ പോകുന്നത്. സ്വാഭാവികമായി അതിലെ നിയമവശങ്ങളെല്ലാം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ചർച്ചകൾ നടക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമ സംവിധാനങ്ങൾ അവർക്ക് പിന്തുണ നൽകും, അല്ലെങ്കിൽ യാതൊരു തരത്തിലും അതിൽ അവിശ്വസിക്കേണ്ടതില്ല എന്ന് ഈ നടിമാർക്ക് ബോധ്യം നൽകിയാൽ അവർ നിയമപരമായ വഴികളിലേക്ക് നീങ്ങാൻ പോലീസിനെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിനൊപ്പം നിൽക്കുമോ എന്ന ഏറ്റവും പ്രസക്തമായ കാര്യമുണ്ട്. അവിടെയായിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ യുവനടിയിൽ നിന്നടക്കം മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കൂടി ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്.